കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഗണേഷിന്റെ നിലവാരം, ആ ഗണേഷിന്റെ നിലവാരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന് എത്താൻ സാധിക്കില്ല. കാരണം ഗണേഷ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടോ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടോ അല്ലല്ലോ വന്നത്. ഇവിടെ വ്യാജൻ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ ആൾക്കാരാണ് എന്ന് അതേപോലെ തന്നെ എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നേതാക്കന്മാർ ഇത്തരം ഈ അവരുടെ പ്രഭാത സദസ്സിലൊക്കെ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ചർച്ചകൾ നോക്കൂ. ലീഗ് ഒന്ന് അനങ്ങുമ്പോഴത്തേക്ക്, ലീഗ് ഒന്ന് CPM-നോട് അടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലീഗിനെ CPM ഒന്ന് വിളിക്കുകയും ലീഗ് ഒന്ന് അങ്ങോട്ട് പോകാൻ ഒന്ന് ചായുകയോ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടാക്കുന്ന പരിഭ്രമം എന്താണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലീഗില്ലാതെ കേരളത്തിൽ എന്ത് കോൺഗ്രസ് ആണുള്ളത്? ലീഗില്ലാതെ കോൺഗ്രസിന് കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമോ? എന്താണ് ഈ ഇവിടുന്ന് പറയുന്നത്? കേരളത്തിൽ ഈ കോൺഗ്രസിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? ലീഗിന്റെ ഒരു ശക്തിയിലല്ലേ ഇവിടെ നിന്ന് ഈ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നും BJP-യുടെ ഇതിനൊന്നും അളക്കാൻ തയ്യാറാവണ്ട. കാരണം BJP ഇത്തരത്തിലുള്ള തോൽവികൾ, നിരവധിയായിട്ടുള്ള തോൽവികൾ പല കാലഘട്ടങ്ങളിൽ തോറ്റിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എത്ര തോൽവി നേരിട്ടാലും ജനങ്ങളുടെ ഇടയിൽ അത് പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ആ വിശ്വാസം ഞങ്ങൾ അത് എന്താ പറയുക, ഞങ്ങളെ ഒരു വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും, അതൊരു സംശയവുമില്ല. ഇപ്പോൾ 3-ാം തീയതി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നുണ്ട്. വലിയ തോതിൽ ഒരു സ്ത്രീകളുടെ സമ്മേളനം, കാരണം ഈ സ്ത്രീ സംവരണം നടപ്പിലാക്കിയ നരേന്ദ്രമോദി അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഒരു സമ്മേളനം നടക്കുന്നു. വലിയ തോതിൽ നിങ്ങൾ നോക്കിക്കോ, കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ്. കാരണം കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ പ്രചരണം എന്തായിരുന്നു? പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നരേന്ദ്ര സർക്കാർ ഇനിയൊരു ചാൻസ് ഇല്ല, കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു, അതാ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ എന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു, വയനാട് പ്രധാനമന്ത്രിയായി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണത്തിൽ കേരളീയ ജനത വീണുപോയതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം കെട്ടിവെച്ച കാശ് പോലും ഇന്നലെ BJP-യുടെ ദേശീയ സമിതി യോഗത്തിൽ 50%-ലധികം വോട്ടുകൾ സംസ്ഥാനങ്ങളോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഒരു സെമി ഫൈനൽ എന്ന നിലയിലായിരുന്നു. മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പല മണ്ഡലങ്ങളിൽ ഏകദേശം 70% മണ്ഡലങ്ങളിലും 50%-ലേറെ വോട്ടുകൾ നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവ് കേരളത്തിൽ ജനങ്ങൾക്കറിയാം. ഈ കോൺഗ്രസിനോ ഈ CPM-നോ ഇവിടെ തല്ലുണ്ടാക്കുന്ന ഇവർക്കോ വോട്ട് ചെയ്തതുകൊണ്ട് ഇവരെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപൊക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ നീ പോയി ഹിന്ദി പഠിക്കട എന്ന് പറഞ്ഞ നിതീഷ് കുമാറിന് വേണ്ടിയിട്ട് കൈപൊക്കാനാണ് ഇവർ പോവുക എന്ന്. കാരണം അവർ പ്രധാനമന്ത്രി പോലുമില്ല, ഇവിടെ ചോദിക്കാനും പറയാനും നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു ഈ 10 വർഷം കൊണ്ട്. അതുകൊണ്ട് കേരളീയത്തിലെ ജനങ്ങളും വലിയ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് ഈ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് നിങ്ങൾ തല്ല് മേടിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ പോയിട്ട് ചർച്ചകൾ നടത്തുന്നു, അല്ല സീറ്റ് ചർച്ചകൾ നടത്തുന്നു. എന്ത് വിരോധാഭാസമാണ്? നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സമരത്തിന് നേതൃത്വം കൊടുത്ത് രാഹുൽ ഗാന്ധി നിങ്ങളുടെ പിണറായി വിജയന്, രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ, എന്താ പിണറായി വിജയനെതിരെ ഒരു വാക്ക് പറയാത്തത്? നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, അല്ലെങ്കിൽ ഇവിടെ BJP വലിയ ശക്തിയല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? നിങ്ങളുടെ ഈ സംസ്ഥാനത്ത് MP ആയിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാവാത്തത്? കാരണം നിങ്ങളുടെ ഈ രാഹുൽ ഗാന്ധിയുടെ കസേരന്റെ ഉള്ളല്ലേ SFI-ക്കാർ വാഴ കൊണ്ട് നട്ടത്. ആ വാഴ കൊണ്ട് നട്ടിട്ട് പോലും ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. കാരണം പ്രതികരിക്കാൻ തൻ്റെ ഇടം നിങ്ങൾക്കില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് തൻ്റെ ഇടമില്ല, നിങ്ങൾക്ക് അടി പേടിച്ച് എന്താ പറയുക പോവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു കൊടുത്തു.